പിന്നെന്തല്ലാന്ന്? ഏ? ഓക്കെ അല്ലേ? അപ്പോൾ ഉച്ചക്ക് 3 പൊരിച്ച കോഴീൻ്റെ പീസ് വരുന്ന ഈ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ വീട്ടീന്ന് കഴിച്ചത്. ഇതെൻ്റെ വീട്ടിലാക്കിയതൊന്നുമല്ല. നമ്മളെ ചക്കരക്കൽ വളവിലെ പീടികയ്ക്കുള്ള ഡീലക്സ് റെസ്റ്റോറൻറ്റില്ലേ ആട്ന്ന് പാർസൽ വാങ്ങിച്ചതാ. എന്നിട്ട് ഈ പൊരിച്ച കോഴീൻ്റെ പീസിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അത് ഈ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ച് ഒന്ന് കുഴച്ചിട്ട് ദാ ഇങ്ങനെ അങ്ങോട്ട്. അത് കഴിഞ്ഞ് വീട്ടീന്ന് ഒരു ലൈം ടീയും കുടിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഒരു 3:30, 4 മണിയാകുമ്പോൾ ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് പോയി. ഇവിടെ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതിനേക്കാളും വിലക്കുറവില് കണ്ണൂർ ജില്ലയിൽ എന്തായാലും വേറെ എവിടുന്നും കിട്ടൂലാന്നാന്ന് എനക്ക് തോന്നുന്നേ. എന്തായാലും എനക്ക് എവിടുന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇവിടുന്ന് ആദ്യം ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു ഫുൾ ചിക്കൻ അൽഫാമും 5 കുബൂസും. 5 കുബൂസിനും ഫുൾ അൽഫാമിനും കൂടിയിട്ട് വെറും 319 ഉള്ളൂ കേട്ടോ. സാധാരണ ഇവിടുത്തെ അൽഫാം അത്ര ടേസ്റ്റ് ഉണ്ടാവലില്ല. പക്ഷേ ഇത്തവണ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് വെറുതെ പറയുന്നതല്ല, ഇത്തവണ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചിക്കൻ അൽഫാം കുറച്ചധികം കഴിച്ചു പോയിന് കേട്ടോ. ചിക്കൻ ചൂടാണ്, ഇനി എന്താവും എന്തോ. അപ്പോൾ അതിന് ശേഷം പിന്നെ എടുത്ത ടോട്ടിയിൽ വരുന്ന ഒരു ചിക്കൻ റാപ്പ് കഴിച്ച് അതിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്ത ഈ ചിക്കൻ ഷവർമ കഴിച്ച് ഇതിന് 29 ഉള്ളൂ. മറ്റേ ടോട്ടിയ ചിക്കൻ റാപ്പിന് 69 റേറ്റ്. എന്നിട്ട് ഇവിടുന്ന് 10 പീസ് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു. ലൈവായിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടോടെ മുരിഞ്ഞിട്ട് കിട്ടീന് കേട്ടോ സാധനം. ഇതാ ഈ ചിക്കൻ പീസ് നോക്കിയാട്ട് നിങ്ങൾ സെറ്റല്ലേ. അപ്പോൾ അത് കഴിച്ച് എന്നിട്ട് കോയിൻ്റെ കാലും കഴിച്ച് 10 പീസ് ഫ്രൈഡ് ചിക്കന് വെറും 389 റേറ്റ്. പിന്നെ 2 തട്ടായിട്ടുള്ള ഡബിൾ ജിങ്കർ ബർഗർ ഇടുന്ന് കഴിച്ചതിന് അതിന് 79 റേറ്റ്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബണ്ണിൻ്റെ എല്ലാം ക്വാളിറ്റി മാറിയിട്ടുണ്ട് ഇപ്പം. പിന്നെ കിഡ്സ് ബർഗറും കഴിച്ചതിന് നോർമൽ തന്തൂരി ബർഗറെല്ലാം കഴിച്ചതിന് സ്പോട്ട് നമ്മളെ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആടുന്ന് താഴത്തെരുവിലേക്ക് പോകുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രൈഡ് എക്സ്പ്രസ് ആണ്. പിന്നെ ഞാൻ പോയത് തലശ്ശേരിയിലേക്കാണ്. ഇന്ന് ഞാൻ കുറച്ച് നല്ലോണം തിന്നണം തന്നെ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയതാണ്. അപ്പം തലശ്ശേരിയിലേക്ക് വരാൻ കാരണം ഇവിടെ ഒരു സ്പോട്ടിൽ ചെറിയ റേറ്റിൽ നല്ല മോമോസ് കിട്ടുന്ന എനിക്ക് കുറച്ച് സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇതാണ് ആ ഷോപ്പ്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് അങ്ങനെ തിരക്കൊന്നും കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു കുറേ തിരക്കുള്ള ഷോപ്പായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജെല്ലാം വന്നുകൊണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് 2 പ്ലേറ്റ് മോമോസാണ് ഇപ്പം ഞാൻ ആദ്യം ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇവിടുത്തെ ചിക്കൻ ഫ്രൈഡ് മോമോസാണ്. അതായത് ഫ്രൈഡ് മോമോസ്. അതിൻ്റെ കൂടെ അക്കമ്പനിമെൻ്റായിട്ട് ഇവർ കൊടുക്കുന്നത് ഒരു സ്പൈസി ചട്നിയുണ്ട്, ഒരു സ്പൈസി ഡിപ്പുണ്ട്, പിന്നെ മയോണീസുണ്ട്. ആ ചൂട് മോമോസ് പ്ലേറ്റോടെ ഇങ്ങോട്ട് എടുത്തിട്ട് കടൽപ്പാലത്തിൻ്റെ ആ സൈഡിലാണ് പോയി ഇരുന്നിട്ട് സൺസെറ്റ് നോക്കിയിട്ട് ദാ ഈ ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങോട്ട് എടുത്ത് ലേശം ആ സ്പൈസി ഡിപ്പിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ നെക്സ്റ്റ് മോമോസ് റെഡിയായി. അതാണ് ഈ സ്റ്റീംഡ് മോമോസ്. അത് ചിക്കൻ ഓർഡർ ചെയ്തതിന് ഒരു പ്ലേറ്റ് ബീഫ് ഓർഡർ ചെയ്തതിന് ഓരോ പ്ലേറ്റിലും 5 എണ്ണം വീതം ഉണ്ടാവുക കേട്ടോ. 80 രൂപയാണ് ഇവിടുത്തെ സ്റ്റീംഡ് മോമോസിൻ്റെ റേറ്റ്. പിന്നെ ഏറ്റവും വില കൂടിയ മോമോസിന് ആകെ 120 ഉള്ളൂ. 80ൻ്റെയും 120 ഇടയിലാണ് എല്ലാ മോമോസും ഇവിടെ. ഇവിടെ ചിക്കനും ബീഫും ചെമ്മീനുമാണ് മെയിൻ മോമോസ്. ആ ചിക്കനിലും ബീഫിലും ചെമ്മീനിലും ഉണ്ട് കേട്ടോ കുറേ വെറൈറ്റീസ്. അതിൻ്റെ ടോപ്പിംഗ് ഒക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇതിവിടുത്തെ ചെമ്മീൻ ഫ്രൈഡ് മോമോസാണ്. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ മോമോസ് കഴിച്ച് പിന്നെ സ്റ്റീംഡ് ചിക്കനും സ്റ്റീംഡ് ബീഫ് മോമോസും കഴിച്ചതിന് ശേഷം പിന്നെ ഈ ചെമ്മീൻ മോമോസ് കഴിച്ചു. ചെമ്മീൻ്റെ ഫ്ലേവർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചെമ്മീൻ മോമോസ് കഴിക്കുന്നത്. അതിന് ശേഷം ഒരു വെജ് മോമോസ് കഴിച്ച്. ചിക്കനും ബീഫും ചെമ്മീനെല്ലാം കഴിച്ചതിന് ശേഷം വെജ് മോമോസ് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, അതത്ര ഭയങ്കര ഇമ്പ്രസീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിന് ശേഷം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഈ തവ ക്രീമി മോമോസ് ഓർഡർ ചെയ്തത്. അത് ബട്ടറിലും ക്രീമിലെല്ലാം കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ബട്ടറും ക്രീമും ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് 5 മോമോസ് ഇട്ടിട്ട് അത് നല്ലോണം മിക്സാക്കി അവിടുന്ന് എടുക്കുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഷെസ്വാൻ മോമോസ് ഓർഡർ ചെയ്ത്. നമുക്ക് സമയം വെറുതെ കളയുന്ന ഇഷ്ടമേ അല്ല. എല്ലാ സമയവും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഷെസ്വാൻ മോമോസ് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ആ സോസ് കുറച്ച് കൂടിപ്പോയി. അതിൻ്റെ മേലെ ആക്കിയിട്ടില്ല ഷെസ്വാൻ സോസ്. എല്ലാം ശരി തന്നെ. പക്ഷേ ഈ മോമോസിൻ്റെ കൂടെയെല്ലാം എന്തിനാ ഇപ്പോൾ ഈ മയോണൈസ് കൊടുക്കുന്നതല്ലേ? അനക്ക് ബിരിയാണി ഒരു ലഹരി ആയ പോലെ തന്നെ മയോണൈസ് ലഹരിയായിട്ടുള്ള കുറേ ആളുകളുണ്ട് കേട്ടോ നമ്മളെ സമൂഹത്തിൽ. അവർ കല്ലുമ്മക്കായൻ്റെ കൂടിയും ഇഡ്ഡലീൻ്റെ കൂടിയും മസാല ദോശേൻ്റെ കൂടിയും പൂരീൻ്റെ കൂടിയെല്ലാം മയോണൈസ് കഴിക്കുന്ന ആളുകളെ എനിക്കറിയാം. നമ്മളെ വരും തലമുറേൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും അങ്ങനെ അങ്ങോട്ട് പ്രകടിപ്പിക്കായിട്ടാ. എന്തെന്ന് പറയാനാ. അങ്ങനെ ഞാൻ ഇടുന്ന ഈ തവ ക്രീമി മോമോസും കഴിച്ചു. ഇതാണ് ഇവരെ മെനു. സ്പോട്ട് വരുന്നത് തലശ്ശേരി കടൽപ്പാലമില്ല, അതിൻ്റെ നേരെ മുമ്പ് തന്നെയാണ് ഈ കാണുന്ന മോമോ മീ ആണ്. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാനൊന്ന് പെരളശ്ശേരി ഇറങ്ങി. അന്നേരം അടുത്ത നമ്മളെ ടീമില്ലേ അവർ പറഞ്ഞ് ബാ നമുക്ക് എവിടെയെങ്കിലും തിന്നാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും അവരും എല്ലാം കൂടാ ചിക്കൻ ഷവായ കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ 4 ആളുണ്ട്. അതുകൊണ്ട് ഒരു ഫുൾ ചിക്കൻ ഷവായാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് 2-3 റുമാലി റൊട്ടിയും പറഞ്ഞ് പിന്നെ കുടിക്കാൻ ജ്യൂസ് വല്ലതും പറഞ്ഞ്. മസാല ചിക്കൻ ഷവായാണ് ഇവിടുത്തെ മെയിൻ. ഇത് ഞാൻ ഇതിനിടയ്ക്ക് വീഡിയോ ചെയ്ത അതേ സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ആ സ്പോട്ടിലേക്ക് അവരെയും കൂട്ടിയിട്ട് വന്നതാണ്. അങ്ങനെ റുമാലി റൊട്ടി ആ മസാല ഷവായൻ്റെ കൂടെ കൂട്ടിപ്പിടിച്ച്. ഇത്തവണ ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്നിട്ട് കഴിച്ചപ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് വന്നിട്ടേ ഇല്ല. ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ അവരെല്ലാം കൂട്ടിയിട്ട് വന്നത്. ഭയങ്കര ഇതില്ലേ മറ്റേ കൊത്തമ്പാരി മല്ലി അതിൻ്റെ കുത്തൽ വല്ലാണ്ടുണ്ടായിരുന്നു ചിക്കനിലും പിന്നെ ആ മസാലയിലും എല്ലാം.
ആ കുത്തലൊന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്നൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചത്. പിന്നെ ഇവിടുന്നൊരു ചിക്കൻ ഷവർമയും കഴിച്ചു. നോക്കി അതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു കേട്ടോ ആ കുത്തല്. അപ്പോൾ സ്പോട്ട് നമ്മളെ നാദാപുരം കുറ്റ്യാടി പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബെറീസ. എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ വേറൊരു സ്പോട്ടിലും കൂടെ ഒന്ന് കയറി. ഈ സ്പോട്ട് ഞാൻ അന്ന് വന്നിട്ട് ട്രൈ ചെയ്തിട്ട് പോയ സ്പോട്ട് തന്നെയാണ്. ഈടെ കയറി അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെല്ലാം കൂട്ടിയിട്ട് പിന്നെ ഈടെ കയറിയത്. എന്നിട്ട് ഇവിടുന്ന് ഒരു പ്ലാറ്റർ ഓർഡർ ചെയ്ത് ഇവിടുത്തെ ബട്ടർ ചിക്കൻ അൽഫാം ഓർഡർ ചെയ്ത് പിന്നെ ചായയും കുടിച്ചു. ചായ അടിപൊളിയായിരുന്നു. ബട്ടർ ചിക്കൻ അൽഫാം അതിൻ്റെ മേലെ ആക്കിയിട്ടില്ല ബട്ടർ ക്രീം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ചിക്കൻ ഒരു വികാരം ഉണ്ടായില്ല കേട്ടോ. ലാസ്റ്റ് ടൈം ഇതിനേക്കാളും നല്ലതായിരുന്നു. പിന്നെ പ്ലാറ്ററും കഴിച്ചിന്. പ്ലാറ്ററിനും ആ ക്രീം ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ചിക്കൻ വാസ് ടോട്ടലി ബ്ലാണ്ട്. അതായത് ഒരു വികാരവും ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ ചിക്കൻ്റെ അകത്ത്. പിന്നെ ചിക്കൻ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും തോന്നിയില്ല. ലേശം ഒരു ചൂയി ടൈപ്പ് ആയിരുന്നു കേട്ടോ. ഉപ്പ് മര്യാദയ്ക്ക് പിടിക്കാത്ത പോലെ എനിക്ക് തോന്നിയിനെ. ഈ ഒരു ക്രീമിൽ മുക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ആ ക്രീമിൻ്റെ ഫ്ലേവർ അങ്ങ് പോയി കഴിഞ്ഞാൽ ചിക്കനിൽ പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ഇല്ല. അപ്പോൾ ഈ സ്പോട്ട് നമ്മളെ നാദാപുരം ടൗണിനടുത്തുള്ള ലെസ്ഫോ ആണേ. അങ്ങനെ ആടുന്ന് ഇറങ്ങി എന്നിട്ട് നേരെ നമ്മൾ പോയത് തലശ്ശേരിയിലേക്കാണ്. ഈ ജ്യൂസ് കടയിൽ ഒരു പുതിയ ഷെയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് മുനീർക്ക് ഇതിനിടയ്ക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കുടിക്കാൻ വേണ്ടി പോയത് തന്നെയാണ്. എന്നിട്ട് ഇവിടെ പോയിട്ട് ഇവിടുത്തെ ആ സ്പെഷ്യൽ ഇതാണേ മുനീർക്ക. അപ്പോൾ ഇവിടുത്തെ ആ പുതിയ സ്പെഷ്യലായിട്ടുള്ള സ്ട്രോബെറിയും സീതപ്പഴവും കൂടെ ഒരുമിച്ച് സംഗമിക്കുന്ന ആ സ്ട്രോബെറി സീതാഫൽ ഷേക്ക് ഓർഡർ ചെയ്ത് 80 രൂപയാണ് അതിൻ്റെ റേറ്റ്. സ്ട്രോബെറിയും സീതപ്പഴവും കട്ട പാലും പഞ്ചസാര ഇട്ടിട്ടാണ് ഈ ഷേക്ക് അടിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഐസ്ക്രീമൊന്നും ആഡ് ചെയ്യുന്നില്ല. സീതപ്പഴത്തിനേക്കാളും സ്ട്രോബെറി തന്നെയാണ് ഇതിൻ്റെ അകത്തൊരു ഡോമിനേറ്റിംഗ് ഫ്ലേവർ എന്ന് പറയാം. ഞാൻ വിത്തും വിത്തൗട്ടും ട്രൈ ചെയ്തതിന് കുറച്ച് മധുരം കൂടുതലുള്ള ടൈപ്പ് ഷേക്കാണ് കേട്ടോ. അപ്പോൾ സ്പോട്ട് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലുള്ള അനുപമ സ്റ്റോറാണ്. അപ്പോൾ ശരി.